അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1298. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ യംബഗി ലിസുദ്ദീഖിൻ, സത്യസന്ധനായ യഥാർത്ഥ വിശ്വാസിയായ ഒരു മുഅ്മിനായ മനുഷ്യന് യോജിച്ചതല്ല അയ്യകൂന ലഅനൻ, അവൻ ലഅനത്ത് ചെയ്യുക എന്നുള്ളത്, മറ്റുള്ളവരെ ശപിക്കുക, ശാപവാക്കുകൾ പറയുക, അത് ഒരു മുഅ്മിനായ മനുഷ്യന് യോജിച്ചതല്ല, ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. അത് മനുഷ്യരാവട്ടെ മനുഷ്യേതര ജീവികളാവട്ടെ, ഒന്നിനെയും ശാപവാക്കുകൾ പറയരുത്. ഒരു പൂച്ചയാവട്ടെ അതിനെ ശപിക്കുക, അതല്ലെങ്കിൽ മറ്റു ജീവികളെ അല്ലെങ്കിൽ മനുഷ്യരെ, സ്വന്തം മക്കളോട് പോലും ദേഷ്യം പിടിച്ച് നമ്മൾ ശാപവാക്ക് പറയരുത്. പിന്നെ ആ മക്കൾ ഒരിക്കലും നന്നാവൂല. നമ്മൾ മനസ്സിലുണ്ടാവൂല, പക്ഷെ ദേശത്തിന്റെ ഗൗരവം കൊണ്ട് നമ്മൾ ചിലപ്പോ എടാ ഈ നന്നാവൂലടാ എന്ന് പറഞ്ഞാൽ പിന്നെ ആ മക്കൾ നന്നാവൂല. അതുകൊണ്ട് നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിക്കണം. ഒരിക്കലും നമ്മൾ ശാപവാക്കുകൾ ഒരാളെക്കുറിച്ചും പറയരുത്. ചീത്ത പറയുക, ആക്ഷേപവാക്കുകൾ പറയുക, നീ നന്നാവൂല, അല്ലെ അവൻ തകരട്ടെ എന്ന് തുടങ്ങിയ ശാപവാക്കുകൾ പറയുക എന്നുള്ളത് ഒരു സത്യസന്ധനായ ഉയർച്ച, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ വലിയ ഉയർന്ന സ്ഥാനമാണ്. ആ സ്ഥാനം ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരിക്കലും ആ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുലേക്ക് ഉയരണം, അള്ളാഹുലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളിലും അങ്ങനെ ശാപവാക്ക് ഉപയോഗിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാം, ലഅനുൽ മുഅ്മിനി കഖത്ലിഹി, ഒരു മുഅ്മിനായ മനുഷ്യനെ ശപിക്കുക, ശാപവാക്ക് പറയുക എന്നുള്ളത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പൊ അത്രയും ഗൗരവമാണ് ശാപവാക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോ ഇത് രണ്ടും, ഈമാനും ലഅനത്തും രണ്ടും ഒരു മനുഷ്യനിലും ഒരുമിച്ച് കൂടൂല, അതുണ്ടാകാൻ പാടില്ല. അപ്പൊ യഥാർത്ഥ വിശ്വാസിയാണോ സത്യസന്ധനാണോ അവൻ ഒരാളെയും ശപിക്കുക, ചീത്ത പറയുക, ആക്ഷേപിക്കുക, ഈ സ്വഭാവം ഉണ്ടാകരുത്. അല്ലാഹു തആല യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ, സുദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.